ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ വീഡിയോ. എന്നത്തെ പോലും വീഡിയോ ആയിട്ടല്ല വന്നേക്കുന്നത് ഗൈസ്. ഇന്ന് ഞാൻ വന്നേക്കുന്നത് നമ്മൾ അത്രയ്ക്ക് കളിക്കാത്ത, അങ്ങനെ കളിച്ചിടാത്തൊരു വീഡിയോ ആണ്. അതായത് സോളോ ആയിട്ട് ഞാൻ ഇന്ന് കളിക്കാൻ വന്നേക്കാണ്. ഈ സോളോ വേഴ്സസ് സ്ക്വാഡ് അല്ല, സാധാ നോർമലായിട്ട് സോളോ കളിക്കാൻ വന്നേക്കാണ്. അപ്പോൾ ഇന്ന് നമുക്ക് റിംനാം വില്ലേജിലേക്ക് ഒന്ന് ചാടാം. എന്നിട്ട് ബൂയി എടുക്കാൻ പറ്റുമെന്ന് നോക്കാം ഗൈസ്. സോളോയിൽ നിങ്ങൾക്ക് ബൂയി എടുക്കാൻ പറ്റുമെന്ന് നോക്കാം. അങ്ങനെ കളിക്കാത്തൊരു കളിയാണ് സോളോ. കളിക്കും, ഇടയ്ക്കൊക്കെ കളിക്കാറുണ്ട്. ബോറടിക്കുമ്പോൾ സോളോ കളിക്കും. എല്ലാ സമയത്തും പോയി അടിക്കണമെന്നില്ല. ടോപ്പ് 10 ടോപ്പ് 6 വരെയൊക്കെ എത്തും, പിന്നെ ചത്തുവും. അതിൻ്റെ ഇടയ്ക്ക് 8-10 കില്ലൊക്കെ എടുക്കാറുണ്ട്. തള്ളിയതല്ല കേസ്, സത്യമായിട്ട് പറഞ്ഞാണ് തള്ളിയതല്ല. അപ്പോൾ അതേ ഒരു കയറി വന്നു. അപ്പോൾ അവൻ്റെ പാരപ്പാടാണ് കുറച്ച് കൊടുത്തു. എന്നാലും എനിക്ക് നല്ലോണക്ക് ഡാം കിട്ടിയിട്ടുണ്ട് കേസ്, നല്ലോണക്ക് ഡാം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഒരു ഇൻഹീലറൊക്കെ അടിച്ച് മെഡിക്കറ്റ് അടിച്ച് നിൽക്കണം. എവിടെ നിന്നാണ് ഇനി അടി കിട്ടണമെന്ന് പറയാൻ പറ്റത്തില്ല കേസ്. അപ്പോൾ മെഡിക്കറ്റ് അടിച്ചിട്ടുണ്ട്. നല്ലൊരു ഗണ്ണ് തപ്പി പോകണം. അപ്പോൾ ഒഗസ്റ്റീനും പാരഫോളാണ് ഞാനിപ്പോൾ ഇവിടെ പ്രിഫർ ചെയ്തേക്കുന്നത്. അതാണ് എനിക്ക് കിട്ടിയിട്ടുള്ളൂ. അതിൻ്റെ അകത്ത് വെച്ച് ഞാൻ പ്രിഫർ ചെയ്തതാണ്. അപ്പോൾ ഇന്നത്തെ AW ഉണ്ടോ എന്ന് നോക്കിയതാണ്. AW ഇവർ കളഞ്ഞത് കാരണം അണ്ടിപ്പരിപാടി സത്യം പറയാലോ. ആ മൂഞ്ചിച്ച് കളഞ്ഞിട്ട് കയറിയാണ്. കാരണം അത്രയ്ക്ക് നല്ലതായിരുന്നു. ഞാൻ എപ്പോഴും AW എടുത്ത് കളിക്കുന്നതായിരുന്നു. എപ്പോഴും എടുത്തിട്ട് കാര്യമൊന്നുമില്ല. 1-2 കളി മാത്രമേ എനിക്ക് സ്ക്വാഡിൽ തന്നെ ബൂയി എടുക്കാൻ പറ്റിയിട്ടുള്ളൂ. ആ വീഡിയോ എന്തായാലും ഞാൻ ഇടുന്നതായിരിക്കും ഗൈസ്. നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്താൽ മതി. ആ വീഡിയോ ഞാൻ എന്തായാലും ഇടുന്നതായിരിക്കും. ഡബിൾ സ്നൈപ്പറൊക്കെ വെച്ച് ഞാൻ കളിച്ചിട്ടുള്ളതായിരുന്നു. ഇപ്പോൾ അതൊക്കെ പോയി. ഇപ്പോൾ നോർമൽ പോലെ തന്നെ ആക്കി. എനിക്കിപ്പോൾ അത് പറ്റുന്നില്ല. ഇപ്പോൾ ഒരുത്തം ബൈക്കിൽ ഹെഡ് ഷോട്ട് ഗൈസ്, ഹെഡ് ഷോട്ട് AC ടീമിൻ്റെ ഹെഡ് ഷോട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് വേറെ ആരെങ്കിലും ഇവിടെ ഉണ്ടോ എന്ന് നോക്കാം. അല്ലെങ്കിൽ അതിന് മുമ്പ് നമുക്ക് ഇവിടുന്ന് ലോഞ്ച് പാഡിൽ നിന്ന് വിട്ട് നേരെ ഒന്നെങ്കിൽ ഒബ്സർവേറ്ററിയിലേക്ക്, അല്ലെങ്കിൽ ഹങ്കറാണത്. ഇനി ഒബ്സർവേറ്ററിയിലേക്ക് ഗ്രേവ് യാർഡ് ആ സ്ഥലത്തേക്ക് നമുക്ക് വിടണം. അപ്പോൾ ഞാൻ നേരെ വെച്ചിട്ടുണ്ട് ഗെയ്സ്. അപ്പോൾ എങ്ങോട്ട് ചെല്ലും? കാട്ട്ലിസ്റ്റിലേക്കാണ് ചെന്നത്. ഞാൻ മാറ്റി വെച്ചതാണ് ഗെയ്സ്. അപ്പോൾ കാട്ട്ലിസ്റ്റ് വന്നിട്ടുണ്ട്. അപ്പം തന്നെ ഒരുത്തം നിൽക്കുന്നു ഗെയ്സ്. അപ്പോൾ അവനെ എങ്ങനെയെങ്കിലൊക്കെ ഒന്ന് അടിച്ച് തീർക്കണ്ട ഗെയ്സ്. അപ്പോൾ അവന് ഒരു 67 ഞാൻ കൊടുത്തിട്ടുണ്ട് ഗെയ്സ്. അപ്പോൾ നമുക്ക് നോക്കാം എന്താവും. എൻ്റെ ഒച്ചയ്ക്കൊന്നും മാറിയിട്ടുണ്ട് ഗെയ്സ്. കുറച്ച് തൊണ്ടയ്ക്ക് പ്രശ്നമുണ്ട്, അതാണ് ഒച്ചയ്ക്കൊന്നും മാറിയിട്ടുണ്ട്. അപ്പോൾ അത് അവൻ ഇങ്ങോട്ട് വരാൻ നോക്കുന്നുണ്ട്. അപ്പോൾ P90 വെച്ചിട്ട് കൊടുത്തു. 2-3 ഇട കിട്ടുമോ. അപ്പോൾ അവിടെ ഞാൻ അത് അവൻ അകത്തുണ്ട്. സ്കൈലറിനോടാണ് കളി. കുത്തി പിടിച്ച് ട്രിപ്പിൾ ടിക്കറ്റ് എടുത്തിട്ടുണ്ട് ഗെയ്സ്. അപ്പോൾ സോളോയിൽ നമ്മൾ ട്രിപ്പിൾ ടെക്നോൺ അങ്ങനെ ഈസി ആയിട്ട് എടുത്തിട്ടുണ്ട്. അവൻ്റെ കയ്യിൽ നമ്മുടെ P90യുടെ ഐസ് ബോളാണ്. ഐസ് ബോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ഏറ്റവും കൂടുതൽ അടിക്കാൻ പറ്റിയത് P90 തന്നെയാണ്. P90യിൽ ഗോൾഡൻ ബട്ടൺ എത്തിയിട്ടുണ്ട്. ഇനി എനിക്കത് ലെവൽ 8 ആക്കണം. ഇപ്പം ലെവൽ 7 ആണ്. ലെവൽ 8ലേക്ക് എത്തിക്കുന്നുള്ളൂ. കുറച്ചൊക്കെ നാളെ ആയിട്ടല്ലേ ഉള്ളൂ നമ്മൾ കളിച്ചു തുടങ്ങിയിട്ട്. അപ്പോൾ എത്ര പേർക്ക് അത് ഏറ്റവും കൂടുതൽ ലെവൽ 12 എത്തിച്ചിട്ടുള്ള ആരെങ്കിലുമൊക്കെ ഉണ്ടോ ഗെയ്സ്? അപ്പോൾ അത് കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്കൊക്കെ ഉണ്ടെങ്കിൽ എന്ന് കമൻറ്റ് ചെയ്യുക. അങ്ങനെയെങ്കിലൊക്കെ നമ്മൾ സപ്പോർട്ട് ചെയ്യും. പിന്നെ പറയുന്നു സബ് ചെയ്യാത്ത താരങ്ങളുണ്ടെങ്കിൽ സബ് ചെയ്യുക. അപ്പോൾ അത് ഇവിടെ ഒരുത്തൊരു സ്കൈലർ, അപ്പോൾ അവൻ്റെ കൊടുത്ത് അവനെ തീർച്ചയായിട്ടും ക്വാർട്ടർ അടിക്കണം. അപ്പോൾ അത് എന്നെ നോക്കിക്കൊണ്ട് ഒരുത്തൻ ആ വീടിൻ്റെ അതിരിക്കുന്നുണ്ട് ഗൈസ്. എന്നെ നോക്കിക്കൊണ്ട് ഒരുത്തൻ ഇരിക്കുന്നു, സൂം ചെയ്ത് വെച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവൻ്റെ അടുത്തേക്ക് ഞാൻ ഈ FGL 224 വെച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കുറച്ച് ഡാമൊക്കെ കിട്ടിയിട്ടുണ്ട് ഗൈസ് അവനെ. എന്നിട്ട് ഞാൻ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ P90 കുത്തി അങ്ങ് പിടിച്ച് ഗൈസ്. അപ്പോൾ അവനെ അങ്ങ് തീർത്തിട്ടുണ്ട്. പെൻഡ ടിക്കണം ഗൈസ്, പെൻഡ. അപ്പോൾ നമ്മളിവിടെ നിന്ന് കാശൊന്നും കളക്ട് ചെയ്തിട്ട് വലിയ ഉപകാരമൊന്നുമില്ല. അപ്പോൾ ഇനി എനിമികൾ വന്ന് അവരൊക്കെ കുത്തിപ്പിടിച്ച് തീർക്കാം. എന്നാലും കാശ് എടുക്കുക അല്ലേ. കാശ് എടുത്താൽ അത്യാവശ്യം നല്ലതായിരിക്കും. ഹിറ്റ് ലിസ്റ്റ് ഞാൻ ഈ കളിയിൽ ഇടുന്നില്ല. കാരണം ഹിറ്റ് ലിസ്റ്റ് ഇടാൻ വലിയ പ്രയോജനമൊന്നും ഇല്ല ഗെയ്സ്. നമ്മളെല്ലാവർക്കും കാണാൻ പറ്റും. പിന്നെ നമ്മൾ വെറുതെ തീരണോ ഗെയ്സ്. അപ്പോൾ ഈ കളി നമുക്ക് പോയി എടുക്കാൻ പറ്റും. നോക്കി ഇനി 16 മോർ അല്ലേ 15, അതായത് ഇനി 14 പേര് കൂടി, ഞാൻ ഒഴിച്ച് 14 പേര്. ഇനി ഇങ്ങനെ ആ കറങ്ങുന്ന സമയത്ത് 360 മുകളിൽ കാണിക്കുമ്പോഴേ ദൂരത്തെ ഇനി വേണ്ടി എനിക്ക് അറിയാൻ പറ്റത്തില്ല ഗെയ്സ്. അപ്പോൾ ഫ്രണ്ടിൽ അടി നടക്കുന്നുണ്ട്. ഫ്രണ്ടിൽ നല്ലോണം അടി നടക്കുന്നുണ്ട് ഗെയ്സ്. കാരണം അവിടെ ഫുഡ് സ്റ്റെപ്പ് വേണം. ഇപ്പോൾ എനിക്ക് ഹോമർ വെച്ചിട്ടും കിട്ടി. അപ്പോൾ ഉറപ്പാക്കിയോ ഇവിടെ ഒരു എനിമി ഉണ്ട്. അപ്പോൾ അവനെ കണ്ടുപിടിച്ചാണ് തീർക്കണം. അതേ നിൽക്കണം തേണ്ടി. അപ്പോൾ അവിടെ നിന്ന് ഞാൻ ഇൻഹേലർ എടുത്തിട്ടുണ്ട്. 2 പേരുണ്ട് ഗീസ്, 2 പേര്. അപ്പോൾ ആദ്യത്തവനെ ഞാൻ തീർത്തിട്ടുണ്ട് ഗീസ്. അപ്പോൾ അവൻ കൊല്ലാൻ നോക്കിയവനെ ഞാൻ തീർത്തിട്ടുണ്ട്. സ്കൈലർ ഇട്ട് കൊടുത്തു. അവൻ്റെ അടുത്ത് മരം ഉള്ളതുകൊണ്ട് അവന് ഭാഗ്യമാണ്. അപ്പോൾ വീണ്ടും സ്കൈലർ ഇട്ട് അവനെ മരത്തിൻ്റെ പുറകെ പോയി വിളിച്ചു നിന്ന്. മരത്തിൻ്റെ പുറകെ പോയില്ല. അവൻ വീണ്ടും ഹോമർ ഡേയ്സ്. അപ്പോൾ ഇതൊരു ലൂണ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. ലൂണ ക്യാരക്ടർ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് ഗൈസ്. ഇനി സേഫിൽ കയറാണ്ട് വേറെ കാര്യമൊന്നുമില്ല. സേഫിൽ കയറുക, ആ ലൂണേനെയും മറ്റവനെയും തീർക്കുക. അപ്പോൾ മറ്റവൻ അവിടെ നിന്നിട്ട് വരുന്നുണ്ട്. അവനെ കുത്തിപ്പിടിച്ച് ബിഗ് സിക്ക് എടുത്തിട്ടുണ്ട് ഗൈസ്. സേഫ് തോണ്ടാത്ത വെച്ചും കില്ലെടുത്തിട്ടുണ്ട്. ഇനി അവളെയും കൂടി തീർത്താൽ മോളെ. പൊളിച്ച് അവൾ കയറി വരുന്നുണ്ട് ഗൈസ്. അപ്പോൾ ഒരു AC വെച്ച് കൊടുത്ത് പിന്നെ നമ്മുടെ P90 വെച്ച് കുത്തിപ്പിടിച്ച് ഞങ്ങൾ ചത്തന്നാണ്. എന്നാലും സീനായിട്ട് നമ്മൾ ഇൻഹേലർ അടിച്ച് തന്നെ ഇവിടെ കയറിയിട്ടുണ്ട്. അപ്പോൾ അത് ഒരുത്തം വന്ന് ബൈക്കിൽ വന്നു ഗൈസ്. എന്തായാലും ഞാൻ ഇവിടെ നിന്ന് സൂപ്പർ മാർക്കറ്റ് അടിച്ചിട്ടുണ്ട്. അപ്പോൾ അവനായിട്ട് കൊടുക്കാനുള്ള കൊടുത്ത് അവനെയും തീർത്തിട്ടുണ്ട് ഗൈസ്. ഇനി 4 മോർ അല്ലെയും 3 പേരും കൂടി ഉള്ളൂ ഗൈസ്. 3 പേരെയും കൂടി കൊന്ന ഞാനാണ് ഇവിടെ ബൂയ. 3 പേരും കൂടി ഉള്ളൂ. എങ്ങനെയാണ് സൂക്ഷിച്ച് കളിച്ച ബൂയാണ് ഗൈസ്, ബൂയ. അപ്പോൾ ഒരുത്തൻ മോൺസ്റ്റർ ട്രക്കിലാണ്. മോൺസ്റ്റർ ട്രക്കിൽ നിന്ന് തന്നെ ഇറങ്ങിയിട്ടുണ്ട്. അവിടെയും ഹോംവർക്ക് ക്യാരക്ടറാണ് നീ. അപ്പോൾ ഒരുത്തനെ കുത്തിപ്പിടിച്ചിട്ടുണ്ട്.
ഇനി ഒരുത്തൻ അല്ല രണ്ടുപേരും കൂടി, അവനും വേറൊരുത്തനും. അപ്പം എടാ അവനെ തീർത്തു. എടാ എൻ്റെ ജീവൻ നല്ലോണം കുറഞ്ഞു. സൂപ്പർ മാർക്കറ്റ് അടിക്കാനുള്ള സമയം തന്നെയില്ല. എടാ മൂഞ്ചി ഗൈസ്. എനിക്കൊന്നും ചെയ്യാൻ പറ്റിയില്ലേ. അപ്പം ഇത്ര ഉള്ള ഗൈസ് വീഡിയോ ഇഷ്ടപ്പെട്ടോ?